കണ്ട മരുന്ന് മുഴുവനും കഴിച്ച് നടക്കുക. ഖുർആനിൽ എല്ലാത്തിനും മരുന്നുണ്ട്, എന്തിനും ഖുർആനിൽ മരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരുന്നെന്താ? ഒരിക്കൽ ഹസൻ ബസരി തങ്ങള് കുട്ടികൾക്ക് ദർസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, വെള്ളമില്ല, വല്ലാത്ത പ്രയാസവ, ദുആ ചെയ്യണം. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? വെള്ളം വേണോ, മഴ വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാൽ മതി, വെള്ളം കിട്ടും. മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, മഴ കിട്ടും, പൊക്കോളാൻ പറഞ്ഞു. പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാള് വരുന്നുണ്ട്, തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില, കച്ചവടമൊന്നുമില്ല, വലിയ പ്രയാസത്തില തങ്ങളെ, എന്താ ഞങ്ങൾ ചെയ്യാ? കച്ചവടം വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാൽ മതി, കച്ചവടം കിട്ടും. ഓനും പോയി. മൂന്നാമതൊരാൾ വന്നു, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി, തങ്ങളെ മക്കളില്ല, വലിയ പ്രയാസത്തില, മക്കളില്ല. അപ്പോഴും മഹാനവറുകൾ പറഞ്ഞു, മക്കളെ വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇത് പറഞ്ഞാൽ മതി. ശിഷ്യന്മാര് കിളി പോയതുപോലെ ഇരിക്കുക ഉസ്താദിന്റെ മുമ്പിൽ. ഇതെന്തപ്പ എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ? മഴയില്ല എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, കച്ചവടമില്ലെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാത്തിനും ഒരു മരുന്ന്. കുട്ടികൾ ഉസ്താദിനോട് ചോദിച്ചു, അതെന്താ ഉസ്താദ് അങ്ങനെ? അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞതല്ലടാ, അല്ലാഹ് പറഞ്ഞതാ. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹ് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, ഇതെല്ലാം കിട്ടുമെന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പറഞ്ഞാൽ മതി? എന്ത് പറഞ്ഞാൽ മതി? അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അടുക്കളയിൽ ഉപ്പ് തീർന്നു, എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് പറയണം. കാരണം എന്തേ? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് ഉസ്താദന്മാര് വഅദ് പറയുമ്പോഴും ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന പെങ്ങളുണ്ടല്ലോ, വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നീ നന്നായേ പറ്റൂ, നീ നന്നായേ പറ്റൂ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവന് അല്ലാഹു സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും നീ ഭയപ്പെടണ്ട. ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ലോകം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞു വന്നാലും മോനെ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും പരാജയപ്പെട്ടു പോകും സഹോദരാ. അതാണ് ബദർ പഠിപ്പിച്ചത്, അതാണ് ഉഹദ് പഠിപ്പിച്ചത്, അതാണ് ഖൈബർ പഠിപ്പിച്ചത്, അതാണ് ഹന്തക്ക് പഠിപ്പിച്ചത്, ഇസ്ലാമിന്റെ സർവ്വയുദ്ധങ്ങളും പഠിപ്പിച്ചത്. തോറ്റുപോയത് അള്ളാഹുവിന്റെ മുമ്പിലുള്ള വിശ്വാസത്തിന്റെ മുമ്പിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അവനവന്റെ വീട്ടിൽ ദീന് കൊണ്ടുവാ, അവനവന്റെ വീട്ടിൽ ദീന് കൊണ്ടുവാ. മക്കളെ പഠിപ്പിക്കേണ്ട സമയമാണ്, മദ്രസകൾ തുറന്നിരിക്കുകയാണ്. അള്ളാഹുവേ, കൊച്ചുമക്കളെ കൊണ്ടുപോയിട്ട് മദ്രസയിൽ കൊണ്ടുപോയി അല്ലാഹ് ആരാണെന്ന് പഠിപ്പിക്കൂ, നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കൂ, പരിശുദ്ധമായ ദീൻ എന്താണെന്ന് പഠിപ്പിക്കൂ. പഠിച്ചവനെ 3ഉം 4ഉം 5ഉം ക്ലാസ്സായി കഴിഞ്ഞാൽ മക്കളുടെ പഠനം അവസാനിപ്പിക്കുന്ന മാതാപിതാക്കള് അല്ലാഹ് നൽകിയ അമാനത്താ. 5ാം ക്ലാസ്സായ മക്കളുടെ പഠനം നിർത്തുകയാണ്. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താ മക്കള്. ആ അമാനത്തായ മക്കളെ പഠിപ്പിക്കണേ, നല്ല മക്കളാക്കണേ, ദീനീയ ചുറ്റുപാടിൽ വളർത്തണേ. അതാണ് ദീനില്ലാത്തവർക്ക് പിന്നെ ഒന്നുമില്ലടോ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, 4 കാര്യങ്ങളാണ് വിവാഹം കഴിക്കുമ്പോ പരിഗണിക്കേണ്ടത്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. പണമുള്ളതിനെയല്ല, സൗന്ദര്യം കൂടിയതിനെയല്ല, കുടുംബ മഹിമ കൂടിയതിനെയല്ല. എടാ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനുള്ള
ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. എന്തുകൊണ്ടാണ് ദീന് പരിഗണിക്കാൻ പറയുന്നത്? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിർത്തുകയാ പെങ്ങള്. ഏത് ഉസ്താദന്മാര് വഅദ് പറയുമ്പോഴും ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന പെങ്ങളുണ്ടല്ലോ, വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നീ നന്നായേ പറ്റൂ, നീ നന്നായേ പറ്റൂ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനാണ് പരിഗണിക്കേണ്ടത്. അതിനെന്തേ കാരണം? ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. തന്റെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയാൻ ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് അവസാനം സുബഹിന്റെ സമയമായി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. ഒരു വീടിന്റെ അകത്ത് ഉമ്മയും മകളും കൂടെ വഴക്ക് നടക്കുകയാണ്. എന്താ പ്രശ്നം? എന്താ? ഉമർ തങ്ങളൊന്ന് നോക്കി, ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല, എന്താ പ്രശ്നം എന്നറിയാൻ. അപ്പൊ ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിൽ വെള്ളം ഒഴിക്കാൻ. ഇങ്ങനെ പാലിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഉമ്മ മോളെ നിർബന്ധിക്കുന്നുണ്ട്. മോൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇത് വഞ്ചനയാ, ഇത് പാപവാ, ഞാൻ ചെയ്യൂല. അപ്പൊ ഉമ്മ മകളോട് പറയുന്നു, നീ ഞാൻ പറയുന്നത് കേൾക്കും, മര്യാദയ്ക്ക് പാലിന്റെ അകത്ത് വെള്ളം കലർത്ത്. അപ്പൊ മകൾ ഉമ്മച്ചിയോട് പറഞ്ഞു, ഉമ്മ രാജ്യം ഭരിക്കുന്നത് ഉമറാ, രാജ്യം ഭരിക്കുന്നത് ഉമറാ, ഞാൻ പാലിൽ വെള്ളം കലർത്തിയത് ഉമർ അറിഞ്ഞ നമ്മളെ രണ്ടുപേരെയും വെറുതെ വിടൂല. അപ്പൊ ഉമ്മ ചോദിക്കുന്നുണ്ട്, ഉമർ എങ്ങനെ അറിയാനാ? ഓൻ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ല, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. അപ്പൊ ഈ കുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഉമർ ഉറങ്ങുമായിരിക്കും, അല്ല ഉറങ്ങുന്നില്ല ഉമ്മ. ഒരു പെൺകുട്ടി ഉമ്മാനോട് പറയാ, ഉമ്മ ഖലീഫ ഉമർ കാണുന്നില്ലരിക്കും, അല്ല കാണുന്നുണ്ട് ഉമ്മ, ഞാൻ ചെയ്യൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ഉമർ തങ്ങൾ ആ വീട് നോക്കി വെച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ പറഞ്ഞു വിട്ടു, ആ മോൾ ആരാന്ന് അന്വേഷിക്കാൻ. അങ്ങനെ അവിടെ ചെല്ലുമ്പോ ആ പെണ്ണൊരു യതീമായിരുന്നു, ഒരു യതീമായ മകളാ. ഉമ്മ നല്ലവളാ, മോശക്കാരിയൊന്നുമല്ല. പിന്നെ പാലിൽ വെള്ളം കലർത്താൻ പറയാനുള്ള കാരണം, വീട്ടിലാകെ ഉള്ളത് ഒരു ഒട്ടകമാണ്. ഈ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയിലായിരുന്നു. ആ വീട് പട്ടിണി. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു ദിവസം ഇത്തിരി പാല് കിട്ടി. ഉമ്മ പറഞ്ഞു, ഒരാഴ്ചയായിട്ട് പട്ടിണിയാ മോളെ, നീ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ. നീ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ, അതുകൊണ്ടാ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പോഴും ആ മോള് പറഞ്ഞത് ഞാൻ ചെയ്യില്ല എന്നാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തന്റെ വീട്ടിൽ പോയി, രാജ്യത്തിന്റെ പ്രസിഡന്റാ, ഭരണാധികാരിയാ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, തന്റെ വീട്ടിൽ പോയിട്ട് 2 ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, ആ മക്കളെ, ഒരു യതീമായ പെണ്ണുണ്ട്, പാവപ്പെട്ടവളാ, പണമൊന്നുമില്ല, യതീമ, വലിയ തറവാടൊന്നുമില്ലടാ, പക്ഷെ ഹൃദയത്തിൽ അല്ലാഹ് ഉണ്ടടാ മക്കളെ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ വീട്ടിൽ പോയിട്ട് തന്റെ ആമക്കളെ വിളിച്ചിട്ട് പറയാ, ഒരു പെങ്കൊച്ചുണ്ട്, പണമില്ല, കൊട്ടാരമില്ല, കുടുംബമഹിമയില്ല, യതീമ്, പാവപ്പെട്ട ഒരു പെണ്ണുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് ഉണ്ടടാ, എനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രായമായത് കാരണം ഞാൻ കല്യാണം കഴിക്കുന്നില്ല, നിങ്ങൾ ആരെങ്കിലും കെട്ടുവോ? നിങ്ങൾ രണ്ടുപേരിൽ ആരാ ആ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കണേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ മൂത്ത മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പച്ചി ആ പെണ്ണിനെ. പെണ്ണിനെ പോലും കണ്ടില്ല, ആരും പെണ്ണിനെ പോലും കണ്ടില്ല, സൗന്ദര്യം ഉള്ളവളാണെന്ന് അറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങളിൽ ആരാ മോനെ അല്ലാഹ് ഹൃദയത്തിലുള്ള ഒരു പെണ്ണുണ്ട്, ആരാ കല്യാണം കഴിക്കണേ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പച്ചി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ തങ്ങളുടെ മകനാണ് ആ പെണ്ണിനെ കെട്ടിയെ. നിനക്കിനി ഒരു ചരിത്രം അറിയുമോ? 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അറിയോ ചരിത്രം? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം നിനക്കറിയോ? വായിച്ചു നോക്കു പോയിട്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായി. അള്ളാഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാ. തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ പോയി കുളിച്ച് റെഡിയായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പോയി കുളിച്ച് റെഡിയായി. എന്നിട്ട് കഫൻ തുണിയും എടുത്തുകൊണ്ട് മരിക്കാൻ തയ്യാറായി തന്റെ വീടിന്റെ അകത്ത് കയറി വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ അടുത്ത് വിളിച്ചു, ഫാത്തിമ ഇങ്ങ് എടുത്തു വാ, ഞാൻ പോവാ, ഫാത്തിമ ഞാൻ പോവാ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, അതുകൊണ്ട് നീ എനിക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണം എനിക്ക്. തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചു.
ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചു, അവിടെ നിന്ന് വസിയ്യത്തുകൾ കൊടുത്തു. പരസ്പരം ഇങ്ങനെ സംസാരം നീണ്ടുപോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തന്റെ ഭാര്യയോട് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയാൻ തുടങ്ങി. കാരണം ഭർത്താവ് മരിക്കാൻ പോവാ. അപ്പോഴാണ് ചോദിക്കുന്നത്, ഫാത്തിമ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്. അപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത്, എങ്കിൽ നീ പുറത്തിറങ്ങ്, നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുകയാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, ഈ സമയത്തല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാ. ഫാത്തിമ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല. എന്റെ വെളിയിലിറങ്ങ്, റൂമിന്റെ വെളിയിലിറങ്ങ്, എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ. അല്ലാ മലക്കതാ പറയുകയാണ്, മനുഷ്യരും ജിന്നുകളും അല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. ഒന്ന് പുറത്തിറങ്ങുമോള്, ഒന്ന് പുറത്തിറങ്ങുമോള്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വാതിലടച്ചിട്ട് വെളിയിലിറങ്ങി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വാതിലടച്ച് പുറത്തിറങ്ങി. ഫാത്തിമ കരയുകയാണ്. കാരണം ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ വീടിന്റെ അകത്ത് കിടക്കുകയാണ്. റബ്ബേ, ആരോ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ, തന്റെ ഭർത്താവിനെ ആരോ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ. ആരാ കാണാൻ വരുന്നത്? ഓടി ചെല്ലുകയാണ്. അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. തന്റെ ഭാര്യ വീടിന്റെ പുറത്തിറക്കിയത് എന്തിനെന്നറിയുമോ? റൂമിന്റെ പുറത്തിറക്കിയത് എന്തിനെന്നറിയുമോ? അസ്റായിൽ വരികയാ റൂഹ് പിടിക്കാൻ. അതുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ അസ്റായീൽ. ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുകയാണ്. തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകളെ കടന്നു വന്നിരിക്കുകയാണ്. തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ? തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ? ഭാര്യ ഒളിഞ്ഞു നോക്കുകയാ. അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ, ചെറുപ്പക്കാരാ, ഖുർആൻ ഓതുന്നടാ മോനെ, നിസ്കാരം കഴിഞ്ഞിട്ടല്ല. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. സാധാരണ ആയത്തല്ല. ഏതായത്താ ഓതിയതെന്നറിയുവോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അതാ പടച്ചവന്റെ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ. വാതിലിന്റെ പഴുതിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മരണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഭർത്താവ് പറയുകയാ, ഫാത്തിമ, ഫാത്തിമ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ.
നല്ല മരണം കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ ഫാത്തിമ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ല, ഭർത്താവ് അനങ്ങുന്നില്ല. വാതിൽ തുറന്നിട്ട് ഓടി ചെല്ലുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാ. എന്തൊരു സുഗന്ധമെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെന്ത് സുഗന്ധമെന്നറിയുമോ? അല്ലാഹുവേ, നാട് മുഴുവനും അറിയുകയാണ്, ജനങ്ങൾ മുഴുവനും കാണാമെന്നടോ. വന്നവര് മുഴുവനും പറയുന്നു, എന്തു മരണമാ, എന്തു മരണമാ, എന്തൊരു പ്രകാശമാ, എന്തൊരു സുഗന്ധമാ. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചു. ഖബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല, ഒരാളും പോകുന്നില്ല. എല്ലാവരും പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. പള്ളിയുടെ പരിസരം മുഴുവനും ജനമാണ്. അവര് പറയുന്നത്, റബ്ബേ, എന്തൊരു മരണമാട് പടച്ചവരെ, എന്തൊരു സുഗന്ധമാട് പടച്ചവരെ. അല്ലാഹുവേ, ഖുർആൻ ഓതിയല്ലോ, അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു മരണം കിട്ടാറുള്ള കാരണം എന്താണ്? ജനങ്ങൾ മുഴുവനും പറയുകയാണ്. അങ്ങനെ എല്ലാവരും തിരിച്ചു പോയടോ. ആ ജനാസ ഖബറടക്കാമെന്ന് ജനങ്ങൾ മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, സങ്കടപ്പെടുത്താമെന്നതല്ല, വേദനിപ്പിക്കാമെന്നതല്ല, നീ യുദ്ധയിരിക്കുകയാണ്. നിന്റെ ഭർത്താവിന്റെ മരണത്തിൽ നീ വല്ലാത്ത വേദനയിലാണ്. ഞങ്ങൾ എന്തിനാണ് വന്നതെന്നറിയുമോ? ഞങ്ങൾ എന്തിനാണ് വന്നതെന്നറിയുമോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാണ് ഫാത്തിമ, ഒരേ ഒരു കാര്യം ചോദിക്കാനാണ്. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയുമോ? നിന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, ശഹാദത്ത് കലിമ പറഞ്ഞല്ലോ. നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ, വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങളും മരിക്കേണ്ടവരാ, ഞങ്ങളും മരിക്കേണ്ടവരാ. ഇതുപോലെ ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താണ് ഫാത്തിമ? ഒരു നാട് മുഴുവനും വന്ന് ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയാ, എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയാ. അല്ല എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് ആരെന്നറിയോ? എന്റെ ഭർത്താവ് ആരെന്നറിയോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരിക്കൽ രാത്രി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ നാവിൽ നിന്ന് അല്ലാ എന്ന വാക്ക് വീണു.
ഞാൻ അല്ലാ എന്നൊന്നു പറഞ്ഞു. റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ് സുമ്മ യബ്കി ഹത്താ യുസ്ബിഹ. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ അല്ലാ എന്ന് പറഞ്ഞതും എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. ഞാൻ അല്ലാഹുടെ പേര് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് സുബഹി വരെ ഇരുന്ന് കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെയെ കണ്ടിട്ടുള്ളൂ. അത് വേറെ ആരുമല്ല, എന്റെ ഭർത്താവാ. എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ പെങ്ങളെ? എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ? ഉമർ തങ്ങൾ പാതിരാത്രി വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോയപ്പോ ഉമ്മ പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പോ ഉമ്മ അല്ല കാണുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞ യതീമായ മകളെ നിനക്കോർമ്മയുണ്ടോ? ആ യതീമായ മകളെ നിനക്കോർമ്മയുണ്ടോ? ആ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മകനാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇതുകൊണ്ടാ പറയുന്നത്, ദീനുള്ളതിനെ വിവാഹം കഴിക്കാൻ, ദീനുള്ളതിനെ വേണം പരിഗണിക്കാൻ. അതുകൊണ്ട് നിർത്തുകയാ. അല്ല പറയുകയാ വകാനൂ ലനാ ഖശീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് അല്ലാഹു പറയുകയാ. അല്ല തന്നെ പറയുകയാ, സിറാജ് പറഞ്ഞതല്ല. വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ പ്രയാസങ്ങളുമായി നടക്കുന്നവര്, എപ്പോഴും സങ്കടത്തോടെ നടക്കുന്ന ഉമ്മ, നിനക്ക് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാ. നിന്റെ റബ്ബാരാണെന്നറിയുമോ? നമ്മുടെ റബ്ബാരാണെന്നറിയുമോ? ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ലടോ. നിങ്ങളെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിന്റെ അകത്ത് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുകയാണ്. മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. എങ്ങനെയാണ് മറിയം പള്ളിക്കകത്ത് പോയത്? ജുമാ നിസ്കാരിക്കാൻ പോയതല്ല. ആ മറിയം എങ്ങനെയാണ് പള്ളിക്കകത്ത് പോയതെന്നറിയുമോ? ഈസാ നബിയുടെ ഉമ്മയാണ്. മറിയമിന്റെ ഉമ്മ ഗർഭിണിയായപ്പോ അല്ലാഹുവേ, അവിടെന്ന് വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാ എന്റെ മോനെ പള്ളിക്ക് കൊടുത്തേക്കാമല്ലാ. അങ്ങനെ പടച്ചവനെ നേർച്ച ചെയ്യുകയാണ്. പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി പോയി. പറഞ്ഞ നേർച്ച പാലിച്ചു പെങ്ങള്. പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പള്ളിയിലെ ഇമാമാരാണെന്നറിയുമോ? മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം. സക്കരിയാ നബിയാണ് പള്ളിയിലെ ഇമാമ്. അല്ലാഹുവേ, ആ പള്ളിയിലെ ഇമാമാണ് മറിയമിനെ വളർത്തുന്നത്. ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന പൊന്നുമോള് പഴം തിന്നുകയാണ്. സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല അത്. സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. പടച്ചവനെ, ആ പഴത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം ഇരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയാ നബിക്ക് അത്ഭുതമായി.
അല്ലാഹുവേ പടച്ചവനെ ഓരോ പഴത്തിനും സീസൺ ഉണ്ടടോ, ഓരോ പഴത്തിനും സീസൺ ഉണ്ടടോ. ആ സമയത്താണ് ഈ പഴം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നു മോളെ മറിയമേ, ഈ പഴം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മറിയമിന്റെ മറുപടി എന്തെന്നറിയുമോ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മറിയം ബീബി റളിയല്ലാഹു തആല സക്കരിയ നബിയോട് പറയുന്നു, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബനിക്ക് തന്നതാ, എന്റെ റബ്ബനിക്ക് തന്നതാ. അല്ലാഹുവേ, ആരാ സക്കരിയ നബി എന്നറിയുമോ? കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടത്തോടെ നടക്കുന്ന പ്രവാചകരാ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന പ്രവാചകനാണ്, വൃദ്ധനായ പ്രവാചകനാണ്, പ്രായം ചെന്ന പ്രവാചകനാണ്. പെങ്ങളെ കേൾക്കണേ മോളെ, 30 അല്ല 40 അല്ല 50 അല്ല 60 അല്ല 70 അല്ല 80 അല്ല 100 വയസ്സ് കഴിഞ്ഞുമ്മ. 100 വയസ്സ് കഴിഞ്ഞ പ്രവാചകനാണ് സക്കരിയ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തന്റെ കൈകൾ ഉയർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാ, പ്രായമായി റബ്ബേ, ഞാൻ വൃദ്ധനാണല്ലാ, കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി റബ്ബേ, എനിക്കിതുവരെ സന്താനമായിട്ടില്ല, എനിക്കിതുവരെ മക്കളുണ്ടായിട്ടില്ല. സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയാ. എനിക്ക് പ്രായമായല്ലാ, എല്ലുകൾ പൊടിയുന്നു അല്ലാ, പടച്ചവനെ, എല്ലിൽ നിന്ന് എന്റെ തൊലികൾ പോലും വിട്ടിരിക്കുന്നു പടച്ചവനെ, എനിക്കും മക്കളില്ല തമ്പുരാരെ, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഉമ്മാ, സക്കരിയ നബിയുടെ ഭാര്യയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു പെങ്ങള്. അല്ലാഹുവിനോട് പറയുകയാ, വകാലത്ത് ഇംറഅതി ആകിറാ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളല്ല, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളല്ല. പെങ്ങളെ, 50 വയസ്സ് കഴിഞ്ഞ മെൻസസ് നിലയ്ക്കുമല്ലോ. മെൻസസ് നിലച്ച പെണ്ണിനു മക്കൾ എങ്ങനെ ഉണ്ടാകാനാണ്? അല്ലാഹുവേ, സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, എനിക്ക് പ്രായമായി, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾക്ക് മക്കളില്ല തമ്പുരാന്. പക്ഷേ നാഥാ, നിനക്ക് പവറുണ്ടല്ലാ, നിനക്ക് കഴിയും പടച്ചവരെ, നിനക്ക് കഴിയും പടച്ചവരെ, എനിക്കൊരു മോനെ തരാറ്, എനിക്കൊരു കുഞ്ഞിനെ തരാറ് നിനക്ക് കഴിയുമല്ലാ. അതുകൊണ്ട് റബ്ബേ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലാ. എന്തൊരു പ്രതീക്ഷയെന്നറിയുവോ, എന്തൊരു പ്രതീക്ഷയെന്നറിയുവോ? വയസ്സാം കാലത്ത് ഒരു റബ്ബിനോട്, വയസ്സാം കാലത്ത് ഒരു നബി അല്ലാഹുവോട് പറയുകയാ, എനിക്കൊരു മോനെ വേണം തമ്പുരാനെ, തന്നേ പറ്റുപടച്ചവന്, നിനക്ക് പവറുണ്ട് തമ്പുരാനെ, നിനക്കതിനുള്ള കഴിവുണ്ട് തമ്പുരാനെ. അല്ലാഹുവിനോടൊരു മകനെ വേണമെന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു പെങ്ങളെ. അല്ല എങ്ങനെയാണ്? വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. അല്ല പറഞ്ഞത് അല്ലാഹുവോട് ചോദിക്കാനാ, ചോദിച്ചാ തരും പെങ്ങളെ. അല്ലാഹുവിന് കഴിയാത്തതൊന്നുമില്ല, അല്ലാഹുവിന് ലോകത്ത് കഴിയാത്തതൊന്നുമില്ല, ഒരു അല്ലാഹുവിന് തരാൻ ഒരു തടസ്സവുമില്ല. അല്ലാഹുവോട് പറഞ്ഞു, എനിക്കൊരു മോനെ വേണമെന്ന്. അല്ല കൊടുത്ത മകൻ ആരാണെന്നറിയുമോ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം.
യഹ്യാ നബി അലൈഹിസ്സലാം മക്കൾക്ക് യഹ്യ എന്ന് പേരിടണേ, മക്കൾക്ക് യഹ്യ എന്ന് പേരിടണേ. ആ യഹ്യ എന്ന പേരിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അത് അല്ല വെച്ച പേരാണ്, അല്ല വെച്ച പേരാണ് യഹ്യ. ലോകത്ത് ഒരാൾക്കും അതിനു മുമ്പ് യഹ്യ എന്ന് പേരില്ല. അല്ലാഹു വെച്ച പേരാണ് യഹ്യ. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്. റബ്ബേ, യഹ്യാ നബിയുടെ ചരിത്രം വായിച്ചാൽ ഏതൊരു മനുഷ്യനും കരയുമടോ, ഏതൊരു മനുഷ്യനും കരയുമടോ. കരയാതെ യഹ്യാ നബിയുടെ ചരിത്രം വായിച്ചു തീർക്കാൻ കഴിയില്ല. അല്ലാഹുവേ, പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യഹ്യാ നബി. സുജൂദിൽ വീണാൽ ദിവസങ്ങളോളം കിടക്കുമായിരുന്നു. യഹ്യാ നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ല് കിളിച്ചു വരുമായിരുന്നു പെങ്ങള്. അതുപോലെ കരഞ്ഞിരുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കട്. അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല. അല്ലാഹു ആര് കൈവിട്ടാലും നമ്മളെ കൈവിടൂല. അതുകൊണ്ട് ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശിയുടെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? വയദൂനനാ റഗബൻ വറഹബാ. അവൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ദുആ ചെയ്യും. എടോ, വയസ്സാം കാലത്ത് 100 വയസ്സ് കഴിഞ്ഞ നബി 90 വയസ്സ് കഴിഞ്ഞ തന്റെ ഭാര്യ പ്രസവിക്കുവോ? ആ പ്രവാചകനാണ് അള്ളാഹുടെ മുമ്പിൽ ചെന്നിട്ട് തൻ്റെ സങ്കടം മുഴുവനും പറഞ്ഞു, തൻ്റെ അവസ്ഥ പറഞ്ഞു. എന്നിട്ട് അള്ളാഹിനോട് പറയാ, നിനക്ക് പറ്റൂ ഒരു കുഞ്ഞിനെ തരാ, നീ തന്നേ പറ്റൂ പടച്ചവനെ. ദുആ ചെയ്തിട്ട് വാങ്ങിച്ച മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാത്തിനും മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. ഖുർആനിലും മരുന്നില്ലാത്ത ഒന്നുമില്ല. ഭാര്യ ഇപ്പോൾ ഒരു ചങ്ങാതി പെണ്ണുമ്പിള്ള പ്രസവിക്കാൻ സമയമായി ആശുപത്രി കൊണ്ടുപോകാതെ വീട്ടിലിട്ട് പ്രസവിപ്പിച്ച് മരിച്ചുപോയി. അല്ലാഹു അലം. പടച്ചോൻ നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. ഓന്റെ പേരും സിറാജ് എന്ന. അതാ വിഷമം. ഒന്നാലോചിക്കുക. എടാ, പെണ്ണുമ്പിള്ള പ്രസവിക്കാൻ ആശുപത്രി കൊണ്ടുപോകണം. അസുഖം വന്നാൽ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിക്കണം, ചികിത്സിക്കണം. അല്ലാതെ നീ മന്ത്രവാദവും ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതെങ്ങനാ? മൊത്തം ഓൺലൈനിലല്ലേ? ഓൺലൈന് പൂജ നടത്തുന്ന കാലമല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പെണ്ണുങ്ങളും ഇപ്പം അങ്ങനെ തന്നെ, എല്ലാം ഓൺലൈനിൽ ഇരിക്കുക. പണ്ട് ഒരു വെള്ളം ഓതണമെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദെ ഒരു ഗ്ലാസ് വെള്ളം ഓതിത്താ ഉസ്താദെ, പനിയാ ഉസ്താദെ, ഇല്ലേ? ഉസ്താദെ ഒരു ചരട് ഓതിത്താ ഉസ്താദെ, പേടിച്ചിരിക്കുക, പനിയാ ഒന്ന് ഓടിത്ത. അതിങ്ങനെ പണ്ട് ഉസ്താദിൻ്റെ അടുക്ക പോകും. ഇപ്പൊ താത്ത തന്നെ ഓതി കിട്ടുന്ന കാലമാണ്. ഉസ്താദിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു വീട്ടിൽ പോയി, ഒരാളെ കാണാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ അയൽവാസി ഓടി വന്നിട്ട് പറയുന്നു, എൻ്റെ ആട് ഒന്നും കഴിക്കുന്നില്ല, ആ വെള്ളം ഇങ്ങിതാ. എൻ്റെ ആട് ഇന്നലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല, ആ വെള്ളം ഇങ്ങി തരാൻ. അകത്ത് പോയിട്ട് ഒരു പാത്രം വെള്ളം എടുത്തു കൊടുത്തു. ആ താത്ത അതും കൊണ്ടങ്ങ് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പതുക്കെ അടുത്ത് നിന്ന് ആളോട് ചോദിച്ചു, എന്താ സംഭവം എന്ന്. അത് ഉമ്മ രാവിലെ ഓൺലൈനിൽ ദിക്ർ പറഞ്ഞിട്ട് ഓതി വെച്ച വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ഉമ്മ രാവിലെ ഓൺലൈനിൽ ഏതോ ഉസ്താദും തങ്ങളോ ആരോ വന്നു തുടങ്ങി ഇരുന്നിട്ട് ഊതിയ വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തി സമുദായം? എവിടെ എത്തി? അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ബുദ്ധി വേണം സഹോദരിമാരെ. ഏതെങ്കിലും ഒരു ഉസ്താദ് ഓൺലൈനിൽ മൊബൈൽ എടുത്തു വെച്ചിട്ട് അക്കൗണ്ട് നമ്പരും കൊടുത്തിട്ട് ഇട്ടോ എന്ന് പറയുമ്പോൾ നിനക്ക് ബുദ്ധിയില്ലേതാത്ത? ഞാൻ നിന്നോട് ചോദിക്കട്ടെ, എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യന് നീ പൈസ അയച്ചു കൊടുക്കുന്നു. നിന്റെ കുടുംബത്തിൽ എത്ര പാവങ്ങളുണ്ട്? നിന്റെ നാട്ടിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്? നിന്റെ മഹലിൽ എന്തെല്ലാം ആവശ്യമുണ്ട്? നീ ഇവിടെ കൊടുക്കാതെ എവിടെയോ കിടക്കുന്നവൻ ചുമ്മാ അയക്കുക. അത്ര കൂടുതലാണോ പടച്ചവനെ സമ്പത്ത്? എടോ, കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. നോക്കിയും കണ്ടും കൊടുക്കുക, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഓൺലൈൻ പരിപാടിയൊക്കെ നിർത്തുതാത്ത, എന്നിട്ട് ജീവിക്കാൻ പഠിക്ക്. ഒന്നാമത് പോട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് എൻ്റെ പ്രസംഗമാണെങ്കിലും കേൾക്കരുതെന്നാ ഞാൻ. എന്തിനാ ഈ ഓൺലൈനിൽ ഇരുന്ന് കേൾക്കണേ? ഞാൻ കേട്ടിട്ട് എന്ത് പുണ്യം കിട്ടാനാ? ഓൺലൈനിൽ ഇരുന്ന് നിന്റെയൊക്കെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയത് അവിടെയല്ലേ?
ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയത് അവിടെയില്ല. ഞാൻ ചോദിക്കട്ടെ, നീ മൊബൈല് ഇപ്പൊ നോക്കിക്ക, ഫർദ ഇട്ടിട്ടുണ്ട്, തലയിൽ തുണി ഇട്ടിട്ടുണ്ട്, അദബും മര്യാദയോടുകൂടി നീ ഇരുന്ന് വഴുത് കേൾക്കുന്നു. നിന്റെ വീട്ടിൽ പോയാലോ രാവിലെ ഈ ഫോൺ അങ്ങോട്ട് ഓണാക്കിയിട്ട് അടുക്കളയിൽ ചരുവത്തി ചേർത്തങ്ങോട്ട് വെക്കും. എന്നിട്ട് നീ മീനും വെട്ടി കറിയും വെച്ച് തെക്ക് വടക്ക് നടക്ക, തലയിലും തുണിയില്ല, ഒരു തുണിയില്ല. ആലോചിക്കുക, അത് വഴുതാണോ? കളിയാക്കലല്ലേ പെങ്ങളേത്? അങ്ങനെയാണോ വഴുത് കേൾക്കേണ്ടത്? അടുക്കളയിൽ കൊണ്ടുവന്ന് മൊബൈൽ അങ്ങോട്ട് ഓണാക്കി വെച്ചിട്ട് നീ ഇങ്ങനെ നടക്ക, തലയിലും തുണിയില്ല, ഒരിടത്തും തുണിയില്ല. ഇത് നീ അതിനെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? അല്ല വെറുതെ വിടുവോ? അങ്ങനെ വഴുത് കേൾക്കാൻ അല്ല പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് സിറാജിന്റെ വഴുതാണെങ്കിൽ ഏത് മഹാന്റെ വഴുതാണെങ്കിലും കേൾക്കരുത്. അതിനൊരു മര്യാദയുണ്ട്, ഒരു മജ്‌ലിസിനൊരു ബഹുമാനമുണ്ട്. അത് കൊണ്ട് സമാധാനത്തിൽ എവിടെ ഇരുന്നിട്ട് കേൾക്ക്. നിനക്ക് എവിടെ നിന്ന ഈ ഓതലും പിടിക്കലൊക്കെ കിട്ടിയത്? ഇത്രയും ദിക്റും നിനക്കറിയോ? ഒരു കാര്യം നിനക്കറിയോ? ഒരു അറിവ് പഠിച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷ അള്ളാഹു തരും. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. ഒരു അറിവ് നീ ഇങ്ങനെ ഓരോ നേരം വെളുത്ത വൈകുന്നേരം വരെ സർവ്വ ഉസ്താദന്മാരുടെ വഴുത് കേൾക്കുന്നു. എത്ര ഇൽമു പഠിച്ചു, നീ എത്ര എണ്ണം ചെയ്യുന്നുണ്ട്? ആ അടി നീ എവിടെ തീർക്കും? അതുകൊണ്ട് എൻ്റെ പൊന്നാരെ താത്താമാരെ, എൻ്റെ ആണെങ്കിലും കേൾക്കരുത്. ഞാൻ അതാ പറയുന്നത്, അതിനൊരു അദബും മര്യാദയുണ്ട്. അതോടുകൂടി കേൾക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രസവ സുഖം ഇല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം. അതിന് മന്ത്രവാദവും ഒന്നും കാര്യമൊന്നുമില്ല. നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. തവക്കലൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കണോ അതോ കെട്ടിയിടാതെ തവക്കൽ ഏൽപ്പിക്കണോ? ഒട്ടകത്തെ അഴിച്ചു വിട്ടിട്ട് തവക്കലത്ത് വലല്ല എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്നു. നബി തങ്ങൾ പറഞ്ഞു, ചങ്ങാതി പോയി കെട്ടിയിട്ടിട്ട് തവക്കലത്ത് വലല്ല എന്ന് പറ. ഒട്ടകത്തെ മരുഭൂമിയിൽ അഴിച്ചു വിട്ടിട്ട് അള്ളാഹ് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വന്നൊരു കാര്യമുണ്ടോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? എങ്ങനെ തവക്കൽ ഏൽപ്പിക്കണ്ടേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? വണ്ടി കൊണ്ടുവന്ന് റോഡി ഓണാക്കി ഇട്ടിട്ട് അള്ളാഹ് നോക്കിക്കോ അല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? എടാ, നീ കൊണ്ട് സൈഡിൽ ഒതുക്കിയിട്. നീ ഒരു മൃഗത്തെ കൊണ്ടുവന്നിട്ട് ആ മൃഗത്തെ നീ നേരെ ഈങ്ങാപ്പുഴ ടൗണിൽ കൊണ്ട് വിട്ടിട്ട് തവക്കൽത്തു അലല്ല എന്ന് മരത്തിന്റെ ചുട്ടി വിട്ടിട്ട് വന്നിട്ട് കാര്യമില്ല. അതവിടെ കെട്ടിയിട്ടിട്ട് റബ്ബെ നോക്കിക്കൊള്ളെന്ന് പറഞ്ഞാലേ അതിന് പരിഹാരമുള്ളൂ. അതുകൊണ്ട് സുഖമില്ലെങ്കിൽ മരുന്ന് വാങ്ങണം, കഴിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നീ എവിടെയൊക്കെ ക്ലിപ്പിറങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പിന്നെ ഇത് രസമാണ്. ഇങ്ങനെ ക്ലിപ്പിറങ്ങിയാലും ട്രോളിയായാലും കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയും, ദീൻ ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. ഞാൻ ഈ രാമനാട്ടുകരയിൽ ഒരിക്കൽ പോയപ്പോൾ ഒരു വാപ്പ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നെ നോക്കിയിട്ട്, നിങ്ങളാ വഴുത് പറയണ ആളല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആണപ്പാ, എനിക്കൊരു ഉപദേശം ഉണ്ടെങ്കിൽ വരാൻ. ആ വാപ്പ പറഞ്ഞു, ഉസ്താദെ, ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോകും, എഴുന്നേറ്റ് നടന്നാ പോന്നെ. കാരണം നിങ്ങളൊക്കെ വഴുത് പറയുമ്പോൾ പറയുന്നത് നടന്നു പോയാൽ പ്രതിഫലമുണ്ടെന്ന്. ആ പാവം നടന്ന സുബഹിക്ക് പള്ളിയിൽ പോന്നെ. നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് വഴുത് പറഞ്ഞു, അവിടെ തന്നെ ഇരുന്ന് ദിക്റും ദുആയൊക്കെ ചെയ്തിട്ട് വന്നാൽ ഉംറ ചെയ്ത കൂലി കിട്ടും. ഈ പാവം അവിടെ ഇരുന്ന് ദിക്റും ദുആയും ചെയ്ത് ഉംറയും ചെയ്തിട്ടാ വരുന്നേ. വീട്ടിൽ കയറി വന്നു, നടന്ന് സുബഹിക്ക് 4:30 എഴുന്നേറ്റ് പള്ളിയിൽ പോയ വാപ്പ 5:30-6 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, ഒരു ഗ്ലാസ് ചായ തരാൻ. പെണ്ണുമ്പിള്ള പറയുക, ഞാൻ മജ്‌ലിസിലിരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വല്ലതും മനസ്സിലായോ? സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ച് കഷ്ടപ്പെട്ട് നടന്ന് ക്ഷീണിച്ച് വീട്ടിൽ വന്ന ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഒരു ഗ്ലാസ് ചായ തരാൻ. ഇല്ല കാക്ക, ഞാനിവിടെ വഴുത് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ വഴുത് കേട്ട സ്വർഗത്തിൽ പോവോ? നിങ്ങൾ പറ, നിങ്ങൾ ഇങ്ങനെ വഴുത് കേട്ട സ്വർഗത്തിൽ പോവോ? മോളെ, കുറച്ച് കേട്ടാ മതി, കുറച്ചു മതി. അൽഹംദുലില്ലാഹ്, അള്ളാഹു കേൾക്കുന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യും. എന്താ പറഞ്ഞു വന്നേ? എന്നാ പറഞ്ഞപ്പോഴേ ഇതെല്ലാം പോയെ? എന്തോ പറഞ്ഞു വന്നേ? ഞാൻ എന്താ പറഞ്ഞേ? പോയി. കണ്ട മരുന്ന് മുഴുവനും കഴിച്ച് നടക്കുക. ഖുർആനിൽ എല്ലാത്തിനും മരുന്നുണ്ട്, എന്തിനും ഖുർആനിൽ മരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരുന്നെന്താ? ഒരിക്കൽ ഹസൻ ബസ്രി തങ്ങള് കുട്ടികൾക്ക് ദർസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, മഴയില്ല, വെള്ളമില്ല, വല്ലാത്ത പ്രയാസവ, ദുആ ചെയ്യണം. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? വെള്ളം വേണോ? മഴ വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാൽ മതി, വെള്ളം കിട്ടും.
മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, മഴ കിട്ടും, പൊക്കോളാൻ പറഞ്ഞു. അയാൾ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാൾ വരുന്നുണ്ട്. തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില, കച്ചവടമൊന്നുമില്ല, വലിയ പ്രയാസത്തില തങ്ങളെ, എന്താ ഇപ്പം ഞങ്ങൾ ചെയ്യാ? കച്ചവടം വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാൽ മതി, കച്ചവടം കിട്ടും. ഓനും പോയി. മൂന്നാമതൊരാൾ വന്നു. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി, തങ്ങളെ മക്കളില്ല, വലിയ പ്രയാസത്തില, മക്കളില്ല. അപ്പോഴും മഹാനവറുകൾ പറഞ്ഞു, മക്കളെ വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇത് പറഞ്ഞാൽ മതി. ശിഷ്യന്മാര് കിളി പോയതുപോലെ ഇരിക്കുക ഉസ്താദിന്റെ മുമ്പിൽ. ഇതെന്തപ്പ എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ? മഴയില്ല എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, കച്ചവടമില്ലെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാത്തിനും ഒരു മരുന്ന്. കുട്ടികൾ ഉസ്താദിനോട് ചോദിച്ചു, അതെന്താ ഉസ്താദ് അങ്ങനെ? അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞതല്ലടാ, അല്ലാഹ് പറഞ്ഞതാ. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹ് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, ഇതെല്ലാം കിട്ടുമെന്ന. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പറഞ്ഞാൽ മതി? എന്ത് പറഞ്ഞാൽ മതി? അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അടുക്കളയിൽ ഉപ്പ് തീർന്നു, എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് പറയണം. കാരണം എന്തേ? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.